ഹായ് ഓൾ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന FSO കെമിസ്ട്രിയുടെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, ഇപ്പം ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എക്സാംസിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു PG ലെവലിൽ നമ്മുടെ PSC നടത്തിക്കൊണ്ടിരുന്ന എക്സാംസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമുക്ക് ഈ പ്രാവശ്യത്തെ ഈ ഒരു എക്സാമിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ കുറച്ച് വർഷങ്ങളിലായിട്ട് PSC ഓപ്റ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ടഫ്നെസ് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ PGയിൽ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നതായിട്ടുള്ള ടോപ്പിക്സിൽ നിന്നൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് ഓരോ വർഷത്തെ പല PSC എക്സാംസിനും വരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡിഗ്രി ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലായിട്ട്. കുറെ ക്വസ്റ്റ്യൻസ് ഒരു ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ബേസ് നമുക്ക് ഉണ്ടെങ്കിൽ പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ബേസ് ലെവലിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് പോലും ഒരു 50% മാർക്ക് വാങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമുക്കിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കുക. നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നായിരുന്നു നമ്മുടെ ഫസ്റ്റ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്, CFSE കാൽക്കുലേഷൻ. ഓക്കെ, അപ്പൊ നോർമലി ഒരു ഡിഗ്രി ലെവൽ ഉള്ള എക്സാംസിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ CFSE കാൽക്കുലേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കോർഡിനേഷനിൽ നിന്ന് വലിയ പ്രയാസപ്പെട്ട ചോദ്യങ്ങളൊന്നും ഉണ്ടായിട്ട് ഇല്ലായിരുന്നു. അതിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇവിടെ CFSE കാൽക്കുലേഷൻ ഈ ഒരു ഫസ്റ്റ് ചോദ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് FeCN6 3- എന്ന് പറഞ്ഞ സ്പീഷീസിന്റെ CFSE കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ CFSE കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് അറിയണം അവിടെ തന്നിട്ടുള്ള ലിഗാൻഡ് ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണോ അതോ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണോ എന്നറിയണം. എങ്കിലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നമുക്ക് ലോ സ്പിൻ കോംപ്ലക്സ് ആണോ അതോ ഹൈ സ്പിൻ കോംപ്ലക്സുകളാണോ ഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് നമുക്ക് ഫോം ചെയ്യുന്ന കോംപ്ലക്സിന്റെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ CN ആണ് നമ്മുടെ ലിഗാൻഡ്. ഓക്കെ, അപ്പൊ ലിഗാൻഡ് CN ആണ് എങ്കിൽ CN എന്ത് ലിഗാൻഡ് ആണ്? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണോ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണോ? നമുക്കറിയാം CN എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് അല്ലെ. CN എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർ ഫോം ചെയ്യുന്ന കോംപ്ലക്സ് എങ്ങനെയുള്ള കോംപ്ലക്സുകളായിരിക്കും? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ ലോ സ്പിൻ കോംപ്ലക്സുകളായിരിക്കും യൂഷ്വലി CN ഫോം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ X എന്ന് കൊടുത്തു. CNന്റെ -1 ആണ്. ഇവിടെ 6 CN- സ്പീഷീസുകളുണ്ട്. അപ്പൊ ടോട്ടൽ ചാർജ് -6 ഈക്വൽ ടു ടോട്ടൽ ചാർജ് -3 ആണ്. ഓക്കെ, അതായത് X ഈക്വൽ ടു -3 + 6 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? +3. അതായത് ഇവിടെ അയൺ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അയണിന്റെ കോൺഫിഗറേഷൻ എത്രയാ വരിക? D5 കോൺഫിഗറേഷൻ ആണ്. ആൻഡ് ഓൾസോ നമ്മൾ പറഞ്ഞു ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്? ടോട്ടലി 5 ഇലക്ട്രോൺസ് ഉണ്ട്. ലോ സ്പിൻ ആയതുകൊണ്ട് 5 ഇലക്ട്രോണും താഴെ T2G ഓർബിറ്റൽസിൽ തന്നെ ഫില്ല് ചെയ്യും. ഇപ്പൊ 1 2 3 4 5 ഈ രീതിയിലാണ് FeCN6 3- എന്നുള്ള സ്പീഷീസിൽ ഇലക്ട്രോൺസിന്റെ ഫില്ലിംഗ് വരുന്നത്. ദെൻ CFSE കാൽക്കുലേഷൻ പാർട്ട് നിങ്ങൾക്ക് അറിയാലോ. എങ്ങനെയാണ് CFSE കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ T2G ഇൻറ്റു എന്ത് ചെയ്താൽ മതി? -0.4 ΔO പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ EG ഓർബിറ്റൽ ഇൻറ്റു 0.6 ΔO. ഓക്കെ, അപ്പൊ ഇവിടെ EGയിൽ ഇലക്ട്രോൺസ് വല്ലതും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പാർട്ട് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. നമുക്ക് ഈ ഒരു കേസിൽ ഈ ഒരു പാർട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ T2Gയിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇവിടെ 5 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. അപ്പൊ 5 ഇൻറ്റു -0.4 ΔO എന്ന് കിട്ടി. ഇറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? -2.0 ΔO എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് മീൻസ് ദ കറക്റ്റ് ആൻസർ ഈസ് എന്താണ്? ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. -2.0 ΔO എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ C. ക്ലിയർ ആണല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ആകെപ്പാട് നമുക്ക് ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം CN എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സോ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരുന്ന സമയത്ത് നമുക്ക് ഫോം ചെയ്യുന്ന കോംപ്ലക്സുകൾ ലോ സ്പിൻ കോംപ്ലക്സുകളാണ്. ആ ഒരു കാര്യം മാത്രം അറിയാം. ദെൻ CFSE കാൽക്കുലേഷൻ ഇക്വേഷനും അറിയാമെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു.
ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ദ ബോണ്ടിങ് പ്രസന്റ് ബിറ്റ്വീൻ നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ഇൻ ഫോസ്ഫോനൈട്രലിക് കോമ്പൗണ്ട്. ഓക്കെ, ഒരു ഫോസ്ഫോനൈട്രലിക് കോമ്പൗണ്ടിനകത്ത് നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും ഇടയിൽ പ്രസന്റ് ആയിട്ടുള്ള ബോണ്ടിങ് ഏതാണ് എന്നായിരുന്നു ചോദ്യം. പി പൈ ബോണ്ടിങ് ആണോ, പി ബോണ്ടിങ് ആണോ, കൊവാലന്റ് ബോണ്ടിങ് ആണോ, കോർഡിനേറ്റ് ബോണ്ടിങ് ആണോ എന്നായിരുന്നു ചോദ്യം. ഓക്കെ, അപ്പൊ ഫോസ്ഫോനൈട്രലിക് കോമ്പൗണ്ട്സിനകത്ത് നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും ഇടയിൽ പ്രസന്റ് ആയിട്ടുള്ളത് കോർഡിനേറ്റ് ബോണ്ടിങ് ആണ് കേട്ടോ. കോർഡിനേറ്റ് ബോണ്ട്സ് ആണ് അവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. സോ ഈ ഒരു ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. കോർഡിനേറ്റ് ബോണ്ട് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. വിച്ച് എമംഗ് ദി ഫോളോയിങ് കോംപ്ലക്സ് അയോൺ എക്സിബിറ്റ് ലോവസ്റ്റ് CO സ്ട്രെച്ചിങ് ബാൻഡ് ഇൻ IR സ്പെക്ട്രം. ഓക്കെ, അപ്പൊ ചോദ്യത്തിൽ നമുക്ക് ഇവിടെ 4 സ്പീഷീസുകൾ തന്നിട്ടുണ്ട്. BCO6 മൈനസ്, MnCO6 പ്ലസ്, FeCO6 2 പ്ലസ് ആൻഡ് TiCO6 2 മൈനസ്. അപ്പൊ ഇതിനകത്ത് ലോവസ്റ്റ് CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കാണിക്കുന്ന സ്പീഷീസ് ഏതാണ് എന്നായിരുന്നു ചോദ്യം. ഓക്കെ, ലോവസ്റ്റ് CO സ്ട്രെച്ചിങ് ബാൻഡ് കാണിക്കുന്ന സ്പീഷീസ് ഏതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ചോദ്യത്തിൽ നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീ വന്നപ്പം നമ്മുടെ PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള ആൻസറിൽ നമുക്ക് ഡൗട്ട് ഉണ്ട്. തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് PSC കൊടുത്തിട്ടുള്ളത്. നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് കണ്ടെത്തുക എന്ന്. അപ്പൊ ഇവിടെ നമുക്കറിയാം തന്നിട്ടുള്ളതെല്ലാം കാർബണൈൽ കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ കാർബണൈൽ കോമ്പൗണ്ട്സിന്റെ കേസിൽ ബാക്ക് ബോണ്ടിങ് നടക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ആൻഡ് ഈ എക്സ്റ്റെൻഡ് ഓഫ് ബാക്ക് ബോണ്ടിങ് എന്ന് പറയുന്നത് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ചാർജ് ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ എക്സ്റ്റെൻഡ് ഓഫ് ബാക്ക് ബോണ്ടിങ് നടക്കുക. എന്തായാലും കാർബണൈൽ കോമ്പൗണ്ട് ആണ്, സോ ബാക്ക് ബോണ്ടിങ് നടക്കും. ആ എക്സ്റ്റെൻഡ് ഓഫ് ബാക്ക് ബോണ്ടിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ചാർജിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ സെൻട്രൽ മെറ്റൽ ആറ്റം നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്പീഷീസിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി, നെഗറ്റീവ്ലി ചാർജ്ഡ് മീൻസ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ഓഫ് ബാക്ക് ബോണ്ടിങ്ങും കൂടുതലായിരിക്കും. ഓക്കെ, നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി കൂടുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞത്, നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി കൂടുകയാണ് എന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ഓഫ് ബാക്ക് ബോണ്ടിങ്ങും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, എക്സ്റ്റെൻഡ് ഓഫ് ബാക്ക് ബോണ്ടിങ്ങും ഇൻക്രീസ് ചെയ്യും. അപ്പം യൂഷ്വലി ബാക്ക് ബോണ്ടിങ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ബാക്ക് ബോണ്ടിങ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് MC ബോണ്ടിന്റെ സ്ട്രെങ്ത് യൂഷ്വലി ഇൻക്രീസ് ചെയ്യും. പക്ഷെ CO ബോണ്ട് സ്ട്രെങ്ത് യൂഷ്വലി ഡിക്രീസും ചെയ്യും. ഓക്കെ, CO ബോണ്ട് സ്ട്രെങ്ത് യൂഷ്വലി ഡിക്രീസും ചെയ്യും. ഓക്കെ, അപ്പൊ ബാക്ക് ബോണ്ടിങ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് MC ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. പക്ഷെ CO ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ CO ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുക മീൻസ് എന്താണ്, അവരുടെ ബോണ്ട് ലെങ്ത് കൂടുന്നു അല്ലെങ്കിൽ അവരുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ CO ബോണ്ട് സ്ട്രെങ്ത് കുറയുന്നു മീൻസ് COയുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇൻ എഫക്ട് നമുക്ക് പറയാം നെഗറ്റീവ് ചാർജ് കൂടുന്നതിനനുസരിച്ചിട്ട് എക്സ്റ്റെൻഡ് ഓഫ് ബാക്ക് ബോണ്ടിങ് ഇൻക്രീസ് ചെയ്യുന്നു. ബാക്ക് ബോണ്ടിങ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് COയുടെ ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് COയുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ചാർജ് എവിടെയാണോ കൂടുതലായിട്ടുള്ളത് അവിടെയാണ് COയുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഏറ്റവും കുറയുന്നത് ഡ്യൂ ടു ബാക്ക് ബോണ്ടിങ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 4 ഓപ്ഷൻസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടൈറ്റാനിയത്തിന്റെ കേസിലാണ് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചാർജ് വന്നിട്ടുള്ളത് ഓപ്ഷൻ ബിയിലാണ്. ടൈറ്റാനിയം ബേസ്ഡ് ആയിട്ടുള്ള കോംപ്ലക്സിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള നെഗറ്റീവ് ചാർജ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ആ ഒരു സ്പീഷീസിനാണ്, ടൈറ്റാനിയം ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സ്പീഷീസിലായിരിക്കും എന്ത്, സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഏറ്റവും കുറവായിട്ടുള്ളത്, അല്ലെങ്കിൽ ലോവസ്റ്റ് CO സ്ട്രെച്ചിങ് ബാൻഡ് ഒബ്സർവ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ആവാൻ സാധ്യതയുള്ളത് ഏത് മാത്രമാണ്, ഓപ്ഷൻ ഡി ആണ്. പക്ഷെ നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീ വന്നപ്പോൾ ഓപ്ഷൻ A ആണ് കൊടുത്തിട്ടുള്ളത്. സോ ആൻസർ മാറി വരാൻ, നമ്മുടെ ഫൈനൽ കീ വരുമ്പോൾ ആൻസർ മാറി വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ പിന്നിലുള്ള ഒരു കൺസെപ്റ്റും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, സോ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് ദ ക്വാഡ്രപ്പിൾ splitting in the Mossbard spectrum of ferricyanide and ferrocyanide ions. ഓക്കെ, അപ്പൊ ഫെറിസയനോഡ് അയോൺസും ഫെറോസയനൈഡ് അയോൺസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് 4 സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ് ചോദ്യം. ഓക്കെ, ആദ്യത്തെ ഓപ്ഷനിൽ നോക്കുക, ബോത്ത് അയോൺസ് എക്സിബിറ്റ് ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ്. ഫെറിസയനൈഡും ഫെറോസയനൈഡും ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നു ഫെറിസയനൈഡ് അയോൺ ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് കാണിക്കുന്നുണ്ട്, പക്ഷെ ഫെറോസയനൈഡ് കാണിക്കുന്നില്ല. മൂന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നു ഫെറോസയനൈഡ്
ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് കാണിക്കുന്നുണ്ട്, പക്ഷെ ഫെറി സയനൈഡ് ആണ് ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് കാണിക്കാത്തത്. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുമ്പോൾ രണ്ടുപേരും ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് കാണിക്കുന്നില്ല. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് 2 സ്പീഷീസുകളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഫെറി സയനൈഡ് അയോണും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫെറോ സയനൈഡ് അയോൺസും തന്നിട്ടുണ്ട്. ഫെറി സയനൈഡ് ആവുമ്പോഴത്തേന് അയണിൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റും ആൻഡ് ഫെറോ സയനൈഡ് വരുന്ന കേസിൽ എഫീൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ +3 ആവുമ്പോഴത്തേന് കോൺഫിഗറേഷൻ എന്താണ്? D5 കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, D5 കോൺഫിഗറേഷൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലിഗാൻഡ് വന്നേക്കുന്ന CN ആണ്. CN എന്ന് പറയുന്നത് ഫെറോ സയനൈഡും ഫെറി സയനൈഡും അല്ലേ. അപ്പൊ CN ആണ് ലിഗാൻഡ്. CN എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ ലോ സ്പിൻ കോംപ്ലക്സുകളാണ് യൂഷ്വലി ഫോം ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പൊ T2G EG ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ലോ സ്പിൻ ആയതുകൊണ്ട് തന്നെ ഈ 5 ഇലക്ട്രോൺസിനെ എവിടെ ഫില്ല് ചെയ്യണം? T2Gയിൽ തന്നെ ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരും ഇലക്ട്രോൺസിന്റെ അറേഞ്ച്മെന്റ്. ഇനി Fe2+ കേസ് വരുമ്പോഴത്തേനോ D6 ആണ് കോൺഫിഗറേഷൻ വരുന്നത് അല്ലെ. D6 ആണ് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പൊ D6 കോൺഫിഗറേഷൻ ആവുന്ന സമയത്ത് ഓക്കെ, D6 കോൺഫിഗറേഷൻ ആണ്. അപ്പൊ 6 ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളത്. ഓക്കെ, ഈ 6 ഇലക്ട്രോൺസിനെ നമ്മൾ ഫില്ല് ചെയ്യുന്നത് എവിടെയാണ്? T2G ഓർബിറ്റൽസിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. സോ എങ്ങനെ വരും അറേഞ്ച് ചെയ്യുന്ന സമയത്ത്? നോക്കിക്കേ, എങ്ങനെ വരും ഇലക്ട്രോൺസ്? T2G EG ഓർബിറ്റൽസിൽ 1 2 3 4 5 6 ഇങ്ങനെ 6 ഇലക്ട്രോൺസിനെ T2G ഓർബിറ്റൽസിൽ മാത്രം ഫില്ല് ചെയ്യും. ഇനി നമുക്കറിയാം ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് 2 കണ്ടീഷൻസിലാണ് യൂഷ്വലി ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് നമുക്ക് കാണിക്കുക. ഒന്നെങ്കിൽ ലിഗാൻഡ് അസിമിട്രി ഉണ്ടായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഇലക്ട്രോണിക് അസിമിട്രി ഉണ്ടായിരിക്കണം. അപ്പൊ ഒന്നെങ്കിൽ ലിഗാൻഡ് അസിമിട്രി അല്ലെങ്കിൽ ഇലക്ട്രോണിക് അസിമിട്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് കാണിക്കത്തുള്ളൂ. ഇപ്പൊ ഫെറി സയനൈഡ് ആയാലും ഫെറോ സയനൈഡ് ആയാലും ലിഗാൻസ് ആര് മാത്രമേ ഉള്ളൂ? CN മാത്രമേ ഉള്ളൂ. സയനോ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. CN- മാത്രമേ ഉള്ളൂ ലിഗാൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ ലിഗാൻസിൽ ഒരു അസിമിട്രി ഉണ്ടോ? ലിഗാൻസിൽ അസിമിട്രി വരണമെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ലിഗാൻസ് വേണം. ഇപ്പൊ ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള ലിഗാൻസ് ഉണ്ടോ? ഇല്ല, എല്ലാം CN- ലിഗാൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ലിഗാൻഡ് അസിമിട്രി ഇല്ല. ഇനി ഇലക്ട്രോണിക് അസിമിട്രി ഉണ്ടോ എന്ന് നോക്കിക്കേ. ഇലക്ട്രോണിക് അസിമിട്രി ഉള്ളത് എപ്പോഴാണ്? എപ്പോഴാണോ ലിഗാൻസ് അൺഈവൻ ആയിട്ട് ഫില്ല് ചെയ്യുന്നത് അപ്പോഴാണ്, സോറി ലിഗാൻഡ് അസിമിട്രി അല്ല, ഇലക്ട്രോണിക് അസിമിട്രി ഉള്ളത്. ഓക്കെ, ഇലക്ട്രോൺസിനെ T2G EG ഓർബിറ്റൽസിൽ സിമിട്രിക് ആയിട്ടാണ് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോണിക് അസിമിട്രി ഇല്ല. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഫെറി സയനൈഡിന്റെ കേസിൽ D5 കോൺഫിഗറേഷൻ ആണ്. അപ്പൊ T2Gയിൽ അൺഈവൻ ആയിട്ടാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു D5 കോൺഫിഗറേഷൻ വരുന്നിടത്ത് അല്ലെങ്കിൽ Fe3+ അല്ലെങ്കിൽ ഫെറി സയനൈഡിന്റെ കേസിൽ എന്തുണ്ട്? ഇലക്ട്രോണിക് അസിമിട്രി ഉണ്ട്. പക്ഷേ നമ്മൾ Fe2+ ഫെറോ സയനൈഡിന്റെ കേസിൽ വരുമ്പോൾ T2Gയിൽ 6 ഇലക്ട്രോൺസ് ഈവൻ ആയിട്ടാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് അവിടെ എന്തില്ല? ഒരു ഇലക്ട്രോണിക് അസിമിട്രി ഇല്ല. സോ Fe2+ന്റെ കേസിൽ നമുക്ക് ഇലക്ട്രോണിക് അസിമിട്രിയും ഇല്ല, ലിഗാൻഡ് അസിമിട്രി ഇല്ല. സോ ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് കാണിക്കുന്നില്ല എന്ന് പറയാം. പക്ഷേ Fe3+ അല്ലെങ്കിൽ ഫെറി സയനൈഡിന്റെ കേസിൽ ലിഗാൻഡ് അസിമിട്രി ഇല്ല എന്നുണ്ടെങ്കിലും ഇലക്ട്രോണിക് അസിമിട്രി ഉണ്ട്. സോ ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് കാണിക്കാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്. സോ ഫെറി സയനൈഡിനെയും ഫെറോ സയനൈഡിനെയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇലക്ട്രോണിക് അസിമിട്രി എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫെറി സയനൈഡ് അല്ലെങ്കിൽ Fe3+ ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് കാണിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം Fe2+ അല്ലെങ്കിൽ ഫെറോ സയനൈഡില് ലിഗാൻഡ് അസിമിട്രിയും ഇലക്ട്രോണിക് അസിമിട്രിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ Fe2+ അല്ലെങ്കിൽ ഫെറോ സയനൈഡ് എന്ത് കാണിക്കുന്നില്ല? ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് കാണിക്കുന്നില്ല. സോ നമ്മുടെ ഓപ്ഷൻസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഫെറി സയനൈഡ് അയോൺ എക്സിബിറ്റ് ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് വേറസ് ഫെറോ സയനൈഡ് അയോൺസ് ഡു നോട്ട്. ഓക്കെ, സോ അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് നടക്കുമോ ഇല്ലയോ എന്നറിയാനായിട്ട് നിങ്ങൾ ലിഗാൻഡ് അസിമിട്രി ഉണ്ടോ അതുപോലെ തന്നെ ഇലക്ട്രോണിക് അസിമിട്രി ഉണ്ടോ രണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. അത് രണ്ടും ചെക്ക് ചെയ്ത ശേഷമാണ് ആരുടെ കേസിലാണ് ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് നടക്കാത്തത് എന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ ആണേ. അപ്പം ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.